ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഉത്തർപ്രദേശ്. സംസ്ഥാനത്തെ മിക്ക സീറ്റുകളും കോൺഗ്രസ് തൂത്തുവാരിയ സമയം കേന്ദ്രത്തിൽ ഭരണം നടത്തിയതും കോൺഗ്രസ് തന്നെയായിരുന്നു. 1990 മുതൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ കാലിടറി. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. 2019 അത് 1 ചുരുങ്ങി. രാഹുൽ ഗാന്ധി അമേഠി മണ്ഡലത്തിൽ സ്മൃതി ഇറാനിയോട് തോറ്റതോടെയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ സ്കോർ ബോർഡ് 1 എന്നു തന്നെ പറയാം. സോണിയാഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചതു മാത്രമായി കോൺഗ്രസിന്റെ പിടിവള്ളി. അമേഠി പിടിച്ച BJP ഇത്തവണ റായ്ബറേലിയും പിടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. 77കാരിയായ സോണിയാഗാന്ധിയാകട്ടെ ആരോഗ്യപരമായി ക്ഷീണിതയുമാണ്. ഈ വേളയിലാണ് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. സോണിയാഗാന്ധി ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പകരം രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നുമാണ് അഭ്യൂഹം. അടുത്ത ഏപ്രിലിൽ 56 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. കോൺഗ്രസിന് നിഷ്പ്രയാസം ജയിക്കാൻ സാധിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഒഴിവ് വരുന്നുണ്ട്. സോണിയാഗാന്ധി സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യവുമായി തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾ മുൻപ് എത്തിയിരുന്നു. സോണിയ തെലങ്കാനയിൽ നിന്നും മത്സരിക്കണമെന്നാവശ്യപ്പെട്ട തെലങ്കാന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രമേയം വരെ പാസാക്കുകയും ചെയ്തതാണ്. അതേസമയം റായ്ബറേലി ഒരു പ്രശ്നമാണ്. സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലി ലോക്സഭാ സീറ്റിൽ മകൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നാണ് മറ്റൊരു അഭ്യൂഹം. എന്നാൽ പ്രിയങ്കയെ രാജ്യസഭ വഴി പാർലമെന്റിൽ എത്തിക്കണമെന്ന് അവരുമായി അടുപ്പമുള്ള നേതാക്കൾ വാദിക്കുന്നുണ്ട്. സോണിയ, പ്രിയങ്ക എന്നിവരുടെ തെരഞ്ഞെടുപ്പ് മത്സരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം അതിന് തയ്യാറായാൽ പോലും വയനാട് മണ്ഡലം വിട്ടുപോകില്ലെന്നും പറയപ്പെടുന്നുണ്ട്. വയനാട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിത മണ്ഡലമാണ്. രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ വയനാട് മണ്ഡലം മുസ്ലിം ലീഗ് ആവശ്യപ്പെടാനും സാധ്യതയേറെയാണ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കാൻ സമാജ്വാദി പാർട്ടി തയ്യാറായിട്ടുണ്ട്. 11 സീറ്റ് കോൺഗ്രസിന് നൽകാനും അവർ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ 20 സീറ്റ് ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും. കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലത്തിൽ SP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം സോണിയാഗാന്ധി കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നത് അഭ്യൂഹം മാത്രമാണെന്ന് PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കർണാടകയിൽ 4, തെലങ്കാനയിൽ 3 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവ് വരുന്നത്.